ലാൽകുമാർ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. നമുക്ക് മുന്നിൽ പിണറായി വിജയൻ മറ്റൊരു കാര്യം പ്രഖ്യാപിക്കാൻ വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നവകേരള വികസന ക്ഷേമ പഠന പരിപാടി പ്രഖ്യാപിക്കാൻ വേണ്ടി വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് തൻ്റെ മകനെതിരായി ഉയർന്നു വന്ന ED സമൻസ് വിവാദം, ആ വാർത്താ പരമ്പരകൾ, പ്രതികരണ പരമ്പരകൾ അത് പരാമർശിക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ആ പത്രസമ്മേളന ഭാഗം ഇപ്പോൾ കേരളത്തിൻ്റെ ആകെ ചർച്ചയ്ക്ക്, നിരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി ഒട്ടും നാടകീയതയില്ലാതെ, ഒട്ടും വൈകാരികതയില്ലാതെ പറഞ്ഞ ഒരു ഭാഗമാണത്. അതിൽ നമുക്കൊരു ഭരണാധികാരിയെ കാണാം, അതിൽ നമുക്കൊരു ജനനേതാവിനെ കാണാം, ഒരു കമ്മ്യൂണിസ്റ്റിനെ കാണാം. അതിൽ ഒരു കുടുംബനാഥൻ, ആ പ്രയോഗം ഇപ്പോൾ ശരിയല്ല, ഒരു കുടുംബാംഗത്തെ അതിൽ കാണാം, ഒരു പിതാവിനെ, ഒരച്ഛനെ കാണാം, നിത്യ ഇരയായി മാറിയ ഒരു മനുഷ്യ വ്യക്തിയെ അതിൽ നമുക്ക് കാണാം. ഇതിൽ ഏത് കാഴ്ചയാണ് താങ്കൾ ഇന്ന് ആ വാർത്താസമ്മേളന ഭാഗം കണ്ടപ്പോൾ താങ്കൾക്ക് ഫീൽ ചെയ്തത്? ഒരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക്, ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുടെ പ്രതിപാദനങ്ങൾ കണ്ടിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് അഡ്വക്കേറ്റ് ലാൽകുമാർ, താങ്കളുടെ പ്രതികരണങ്ങൾ. അല്ല, ആദ്യം തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിൽ ഇത്രമാത്രം മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നു കൊടുത്തിട്ടുള്ള മറ്റൊരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം മാധ്യമങ്ങൾ പല ചോദ്യങ്ങളും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാർന്ന, വിഷമമാർന്ന ചോദ്യങ്ങൾ പലതും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് താനും. അപ്പോൾ ഒരു മുഖ്യമന്ത്രി എത്ര അവധാനതയോടുകൂടിയാണ്, എത്ര കമ്പോസ്ഡായിട്ടാണ് കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത് എന്ന് കാണുന്നതും വളരെ സന്തോഷമുണ്ട്. അതാണ് ആദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. രണ്ട്, നോക്കൂ, അദ്ദേഹം ഈ വിഷയത്തിൽ വളരെ കോൺഫിഡൻ്റ് ആണ്. ഞാൻ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കോൺഫിഡൻ്റ് ആണ്. കാര്യം ഈ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ വിഷയം അങ്ങ് വിടൂ. ഇപ്പോൾ പറയുന്ന പിണറായി വിജയൻ്റെ മകൻ എന്ന് പറയുന്ന വിഷയം വിടൂ. പിണറായി വിജയനെതിരെ ഉള്ളതും ഈ പറയുന്ന പിണറായി വിജയൻ്റെ വൈഫിനെതിരെ ഉള്ളത്, അല്ലെങ്കിൽ മകൾക്കെതിരെ ഉള്ളത്, എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. അത് മുഖ്യമന്ത്രിയാകുന്ന കാലം തൊട്ടല്ല, അതിനു മുമ്പ് തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ ഈ പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ, പത്രങ്ങൾ എല്ലാം പിടിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ ലക്ഷ്യമിട്ടല്ല, അതൊരു കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയനെ ലക്ഷ്യമിട്ടാണ്. കാര്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ജനങ്ങളെ അറിയാം. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ വലിയ സേ ഉള്ള ഒരാളാണ്. അപ്പം അങ്ങനെ വരുമ്പം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാകുന്നു എന്നത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വീക്കൻ ചെയ്യിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അതാണ് ആദ്യത്തെ കാര്യം. നോക്കൂ, കോടിയേരി ബാലകൃഷ്ണൻ ഇതുപോലെ തന്നെയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആക്രമിക്കുകയും, ഇപ്പം കോടിയേരി ബാലകൃഷ്ണൻ നമ്മളെ വിട്ടുപിരിഞ്ഞ ശേഷം കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളെല്ലാം പെട്ടെന്ന് ഈ പറയുന്ന ഏജൻസികൾക്കെല്ലാം നന്നായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. ഇന്നലെ മോശമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ മോശമായിരുന്നു, അത് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് നന്നായി. ഇനി കാരണം ഇത്രേ ഉള്ളൂ, അവരുടെ ലക്ഷ്യം കോടിയേരി ബാലകൃഷ്ണനായിരുന്നു എന്നതുപോലെ തന്നെയാണ് ഇവിടെ പല കാര്യങ്ങളും നടന്നു വരുന്നത്. ഇവിടെ കൃത്യമാണ്. നോക്കൂ, അദ്ദേഹത്തിനെതിരെ വന്ന വിഷയങ്ങൾ, സ്വർണ്ണക്കടത്ത് വരുന്നു, ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു. അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവിടെ കാരണങ്ങൾ 3 തരത്തിലാണത്. ഒന്ന്, കോൺഗ്രസ്സിന് അധികാരം തിരിച്ചു പിടിക്കാനുള്ള, എങ്ങനെയും അധികാരം തിരിച്ചു പിടിക്കാനുള്ള കുതന്ത്രം. അതുകൂടാതെ BJP കേരളത്തിലേക്ക് ഇൻട്രോഡ്സ് കൊണ്ടുവരുന്നതിനൊരു ശ്രമം. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ വോട്ട് പെർസെൻറ്റേജ് വളരെയധികം കൂടി. BJPക്ക് സീറ്റ് പിടിച്ച് അധികാരം പിടിക്കാനുള്ള കാര്യം, കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പം ഏറ്റവും കൂടുതൽ നല്ല മെച്ചപ്പെട്ട പെർഫോമൻസ് കേരളത്തിൽ കാഴ്ചവെച്ചിട്ടില്ല എങ്കിൽ അതിൽ അധികാരം എന്നല്ല, കുറേ സീറ്റുകൾ പിടിച്ച് മുന്നോട്ട് ജനാധിപത്യ യാത്ര അത് തുടങ്ങിയില്ലെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. അത് RSSനും അറിയാം. അതിൻ്റെ ഒരു നാടകം കൂടെ ഇത് കളിക്കുന്നുണ്ട്. അല്ലാതെ ഈ പറയുന്ന ED എന്ന് പറയുന്ന ഒരു മെക്കാനിസം അത് എത്ര പേർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാവുമെന്ന് എനിക്ക് സംശയമാണ്. കാര്യം അത് പലപ്പോഴും BJPയുടെ ഒരു ഘടകകക്ഷിയായിട്ടാണ് കേരളത്തിലും ഈ രാജ്യത്തും പ്രവർത്തിക്കുന്നത്. അത് പറയാൻ എനിക്ക് ഒരു മടിയില്ല. അത് ഞാൻ പല പ്രാവശ്യം എടുത്തിട്ടുള്ള ഒരു പൊസിഷനാണ്. അതിനോട് ഇൻലൈനായിട്ട് കോൺഗ്രസ് നിൽക്കുന്നു എന്നുള്ളതാണ് വിഷമകരമായിട്ടൊരു കാര്യം. ആ രാഷ്ട്രീയം കൂടെ ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രതിപക്ഷമായിരിക്കുന്ന സ്ഥലങ്ങളിലെടുത്താൽ, അവിടെ ഇപ്പം കേരളത്തിലെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ
അവർക്ക് ഇ ഡിയുടെ പ്രവർത്തനം BJP ചെയ്യുന്നതെങ്കിലും നല്ല പ്രവർത്തനമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഏതേലും തരത്തിൽ ഇ ഡിക്ക് ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് ഇ ഡിയും ഈ പറയുന്ന സർക്കാരുമായിട്ടുള്ള കണ്ണായിവൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നുള്ളതാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. വി ഡി സതീശൻ അടക്കമുള്ള ആൾക്കാർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതാണ്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജനാധിപത്യ മൂല്യങ്ങളെ മൊത്തം റദ്ദ് ചെയ്തുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ആരെയും ഇല്ല, അയാളുടെ രാഷ്ട്രീയ ഭാവി, വ്യക്തിത്വം, അയാളുടെ എല്ലാ പേഴ്സണൽ ലിബർട്ടി എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ ഇടപെടാൻ കഴിയും എന്ന് വളരെ വ്യക്തമായി ഇ ഡിയിൽ കൂടെ നമ്മൾ പല പ്രാവശ്യം കാണുകയും അത് സുപ്രീം കോടതി തന്നെ പലതവണ ഇ ഡിക്കെതിരെ നിലപാടെടുക്കുകയും ഈ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് എല്ലാം എതിരെ നിലപാടെടുക്കുകയും ഈ രാജ്യം മൊത്തം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇ ഡിക്കെതിരെ എന്ന്, അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കെതിരെ എന്ന് വ്യക്തമായി നമുക്ക് ഇന്ത്യ മുന്നണി അടക്കം ധാരണയുള്ളപ്പോൾ പോലും കേരളത്തിലേക്ക് വരുമ്പം പിണറായി വിജയനെതിരെയോ അല്ലെങ്കിൽ CPM-ൻ്റെ ഒരു നേതാവിനെതിരെയോ ഇ ഡി ഒരു നോട്ടീസ് അയക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അത് നല്ലതും അത് ഏറ്റവും ദുഷ്പ്രവൃത്തിയാണെങ്കിൽ പോലും അതിനെ ശ്ലാഘിക്കുകയും ചെയ്യും. നോക്കൂ, തോമസ് ഐസക്കിനെതിരെയുള്ള വിവാദം നമുക്കറിയാം, ഇട്ടുകൊണ്ട് ഓടിയതാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ ആ ഫംഗ്ഷൻ ചെയ്തതിന് അദ്ദേഹത്തിനെതിരെ പേഴ്സണൽ നോട്ടീസ് അയച്ച് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യാൻ ശ്രമിച്ച ഒരു ഇ ഡിയാണ്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മറ്റാൾക്കാർക്കെതിരെ ഇത് ചെയ്യുമ്പം നമുക്കുള്ളത് അനീതിയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഇ ഡി അത് നടത്തുന്നത് എന്നുള്ള ധാരണയിൽ നമ്മളതിനെതിരെ വിമർശനവുമുണ്ട് നമുക്ക്. അതേ സ്ഥാനത്ത് അത് കോൺഗ്രസ്സിന് ഇല്ല എന്നുള്ളത് അടിസ്ഥാനപരമായി കോൺഗ്രസിൻ്റെയും ജനാധിപത്യ മൂല്യങ്ങൾ നഷ്ടപ്പെടുകയും അത് സംഘപരിവാറിനൊപ്പം ചേർന്ന് നിന്ന് CPM-നെ തകർക്കാനായിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായി അവരും മാറുന്നു എന്നുള്ളതാണ് എനിക്കതിനകത്ത് പറയാനുള്ളത്. യെസ് ലാൽ,